അങ്ങനെ വൈകുന്നേരമൊക്കെ ഞങ്ങൾ പൂക്കുന്നുമല കയറാൻ വേണ്ടി കാറൊക്കെ എടുത്ത് നേരെ വിട്ടു. അബീൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട്, എന്നാലും വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ ഇവിടെ നല്ല അടിപൊളി കാഴ്ചകളാണ്, വയലും കുളങ്ങളൊക്കെ ആയിട്ട്. അപ്പം പോകുന്ന വഴിക്ക് ഓരോ സ്ഥലത്തും നിർത്തി നിർത്തി കുറേ നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചാണ് ഞങ്ങൾ പിന്നെയും മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ഞങ്ങൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എത്തി. ഫസ്റ്റ് ഞാനാണ് വണ്ടി നിർത്തി കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. ആദ്യം ആരും സമ്മതിച്ചില്ല, പെട്ടെന്ന് പൂക്കുന്നുമലയ്ക്ക് പോകാമെന്നാണ് പറഞ്ഞത്. പക്ഷേ കുറച്ച് ദൂരം കൂടി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് ഇവിടെ നിർത്തി കാഴ്ചകളൊക്കെ കണ്ടിട്ട് പതിയെ പോകാമെന്ന്. കാരണം അടിപൊളി സ്ഥലമാണ്, ഈ കാഴ്ചകളൊക്കെ മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവൻ നഷ്ടമായി പോകും. ഞാൻ വെട്ട സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ. എൻ്റെ നാട്ടിലും ഇത്രയും നല്ല ഭംഗിയുള്ള പ്ലേസൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്തായാലും വന്ന സ്ഥിതിക്ക് മൊത്തം ഒന്ന് ചുറ്റി കണ്ടിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ എന്ന് കരുതി. മഴക്കാലമായതുകൊണ്ട് എല്ലാ വയലിലും തോടിലും എല്ലായിടത്തും വെള്ളമാണ്. കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയാം. ഞങ്ങൾ അവിടെ നിന്ന് വല്ല ചൂണ്ടയൊക്കെ വാങ്ങി മീൻ പിടിച്ചാലോ എന്ന് കരുതി. പിന്നെ ഞങ്ങൾ ചൂണ്ടിട്ടോടൊന്നും ഞങ്ങൾക്ക് അധികം മീൻ കിട്ടാറില്ല, അതുകൊണ്ട് വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് കരുതി ആ പരിപാടിക്ക് ചെയ്യുന്നില്ല. പിന്നെ അബിയും പറഞ്ഞു ഇപ്പം പോയാലേ ഇരുട്ടുന്നതിന് മുന്നേ പൂക്കുന്നുമല കയറി ഇറങ്ങാൻ പറ്റൂ, അതന്നെ അതിൻ്റെ പകുതി ഭാഗമെങ്കിലും കയറാൻ പറ്റുള്ളൂ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളും കരുതി ഇതിന് മാത്രമൊക്കെ എന്താ ഇത്ര വലിയ കുന്നാണെന്നൊക്കെ കരുതി. കാരണം അവൻ പറഞ്ഞു കേട്ടുള്ള ഒരു ബിൽഡപ്പ് മാത്രമേ ഞങ്ങൾക്ക് അറിയൂ. ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ അവൻ പറഞ്ഞ പൂക്കുന്നുമലയിലേക്കുള്ള വഴി തുടങ്ങി. ചുരം കയറുന്ന പോലെ കുറേ വളഞ്ഞു പുളഞ്ഞുള്ള വഴികളായിരുന്നു. അവൻ തന്നെയാണ് വണ്ടി എടുത്തതും, കാരണം ഞങ്ങൾക്ക് ഈ ഭാഗത്തുള്ള വഴികൾ അത്ര പരിചയമില്ലാത്തതിനെ കൊണ്ട് അവനാണ് കുറച്ചൊരു വേഗത്തിൽ എടുക്കാൻ പറ്റും. ഞങ്ങൾ ഏകദേശം ഒരു 4:30 ആയപ്പോൾ സ്പോട്ടിലെത്താനായി. അപ്പം അന്നേരം അബി പറഞ്ഞിരുന്നു ഇപ്പം അന്നേരം നമ്മൾ ലേറ്റാണ്, ശരിക്കും കുറച്ചും കൂടി നേരത്തെ വരണം, കാരണം വെയിലൊന്നുമില്ലല്ലോ, മഴക്കാലമായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കയറാം. പക്ഷെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാണുന്ന വയലുകളിലൊക്കെ വണ്ടി നിർത്തി അവസാനം ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇത്രയും ലേറ്റായി പോയി. അവൻ പറഞ്ഞു ഇനി നമ്മളിത് കയറാൻ പോയാൽ പകുതി പോലും ആവില്ല, അതിന് മുന്നേ ഇരുട്ടാവാൻ തുടങ്ങും, ഇരുട്ടത്ത് കയറുന്ന റിസ്ക് ആണെന്ന് അവൻ പറഞ്ഞു. പിന്നെ എന്തായാലും വന്നതല്ലേ, ഇരുടാവുന്നത് വരെ കയറാമെന്ന് കരുതി ഞങ്ങളങ്ങോട്ട് വണ്ടി വിട്ടു. പക്ഷെ അവനൊട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അവൻ പറയുന്നുണ്ട് നമുക്കൊരു ദിവസം രാവിലെ വരാം, എന്നാലേ മൊത്തം കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. പക്ഷെ അവൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളും വളരെ ക്യൂരിയസ് ആയി, എന്താ ഇതിനു മാത്രം അവിടെ ഉള്ളതെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇന്ന് മല കയറിയിട്ടേ പോകുന്നുള്ളവർ ഉറപ്പിച്ചു. അങ്ങനെ ഒടുവിൽ അവിടെ എത്തി. ബാക്കിയുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ. ഇതൊരു 1.5 കയറ്റം തന്നെയായിരുന്നു. ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം.